അലക്സ മുഹമ്മദ് ചേർന്നു. അലക്സ മുഹമ്മദ്, നമ്മൾ ഇന്നലെ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി കണ്ടുവരികയാണ്. അതായത് ലൈംഗിക ചേഷ്ടകൾ കാണിച്ചു എന്നാരോപിച്ച മേയർ ഒരു പരാതി കൊടുക്കുന്നു, അതിൽ കേസെടുക്കുന്നു. അതേസമയം കൃത്യനിർവഹണം തടസ്സപ്പെടുത്തിയെന്ന് ആരോപിച്ച KSRTC ഡ്രൈവർ മറുപരാതി കൊടുക്കുന്നു. പക്ഷെ അതിൽ കേസെടുക്കാൻ പോലീസ് തയ്യാറാകുന്നില്ല. ഇതാണ് സംഭവത്തിന്റെ സാരാംശം. പക്ഷെ ഇപ്പോൾ കൗൺസിൽ യോഗത്തിൽ എന്താരോപിച്ചുകൊണ്ടാണ് ഈ BJP കൗൺസിലർമാർ മേയർക്കെതിരെ പ്രതിഷേധം സംഘടിപ്പിക്കുന്നത്? ഇപ്പോഴും ആ പ്രതിഷേധം അതേപടി തുടരുകയാണോ? എന്താണ് അവരുടെ ആവശ്യം? അലക്സ മുഹമ്മദ് ചേർന്നു. അലക്സ മുഹമ്മദ്, നമ്മൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കണ്ടതാണ്. ഇപ്പോൾ BJP കൗൺസിലർമാരുടെ കൗൺസിൽ യോഗത്തിനിടെയുള്ള പ്രതിഷേധം എന്ത് ആവശ്യം ഉന്നയിച്ചുകൊണ്ടാണ്? കേൾക്കാം അലക്സ്, തുടരാം. ഈ പ്രതിഷേധം അത് തുടരുന്നു. ഇപ്പോഴും ഈ പ്രതിപക്ഷ കൗൺസിലർമാർ, അതായത് BJP കൗൺസിലർമാർ കൗൺസിൽ ഹാളിന്റെ നടുത്തളത്തിൽ ഇറങ്ങി നിന്ന് മുദ്രാവാക്യം വിളിക്കുകയാണ്. UDF കൗൺസിലർമാർ നേരത്തെ സംസാരിച്ചിരുന്നു. മേയറെ കുറ്റപ്പെടുത്തി തന്നെ ഈ വിഷയത്തിൽ UDF കൗൺസിലർമാരും സംസാരിച്ചു. അതിനുശേഷം ഭരണപക്ഷ കൗൺസിലർമാർ മേയറെ ന്യായീകരിച്ച് സംസാരിക്കുകയാണ്. ഇതാ ഇപ്പോൾ കാണുന്നത് BJP കൗൺസിലർമാർ വാക്കൌട്ട് നടത്തുകയാണ്. അവർ സഭയുടെ നടുത്തളം വിട്ട് മുദ്രാവാക്യവുമായി പുറത്തേക്ക് വരികയാണ്. BJP കൗൺസിലർമാർ അവർ ഈ സഭ, അതായത് ഈ കൗൺസിൽ യോഗം ആരംഭിക്കുമ്പോൾ തന്നെ BJPയുടെ കൗൺസിലർമാർ ഈ വിഷയം കൗൺസിലിൽ ഉന്നയിക്കുകയായിരുന്നു. തിരുമല കൗൺസിലറായ അനിലാണ് ഈ വിഷയം ഉന്നയിച്ചത്. തുടർന്ന് ആ വിഷയത്തിന്മേൽ ഭരണപക്ഷ കൗൺസിലർമാരും പ്രതിപക്ഷ കൗൺസിലർമാരും തമ്മിൽ വാക്കേറ്റമുണ്ടായി. തുടർന്ന് പ്രതിപക്ഷ കൗൺസിലർമാർ അവരുടെ സീറ്റുകളിൽ നിന്ന് എഴുന്നേറ്റ് മുദ്രാവാക്യം ഉയർത്തി ചേരിതിരിഞ്ഞ് വാക്കേറ്റമുണ്ടായി. മേയർ ആ സമയത്ത് അവർക്ക് നൽകിയ മറുപടി, എന്തുകൊണ്ട് മേയർക്ക് ഇങ്ങനെ ഒരു കാര്യം സംഭവിച്ചു എന്ന് അറിഞ്ഞവർ എന്തുകൊണ്ട് ഒരു കോള് വിളിച്ച് ഈ കാര്യം എന്താണ് എന്ന് അന്വേഷിക്കാൻ തയ്യാറായില്ല എന്ന ചോദ്യമാണ് മേയർ ചോദിച്ചത്. ശരി, അലക്സ മുഹമ്മദാണ് വിശദാംശങ്ങൾ നൽകിയത്. KSRTC ഡ്രൈവർ മേയർ തർക്കത്തിൽ നിയമ നടപടികൾക്ക് അപ്പുറത്തേക്ക് രാഷ്ട്രീയ വിവാദമായ സംഭവത്തെ ഉയർത്തുകയാണ് കൗൺസിലിൽ BJP കൗൺസിലർമാർ. അങ്ങനെ BJP കൗൺസിലർമാർ പ്രതിഷേധത്തിന്റെ ഭാഗമായി നടുത്തളത്തിലിറങ്ങി പ്രതിഷേധിക്കുന്നു. ആ പ്രതിഷേധം ഇവിടെ തുടരുകയാണ്.